16 വർഷമായി ജർമ്മനിയിൽ വന്നിട്ട്. ഇതിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കുന്നതായിരിക്കും റെന്റ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക്. അത് രണ്ടുപേർക്കും PR വേണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു വീട്ടിലെ ഈ വീട് തപ്പാൻ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ ഉദ്ദേശിച്ചത്? നോക്കിക്കൊണ്ടിരുന്നത് അന്ന് പക്ഷെ ഇതിനൊക്കെ മുമ്പേ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. 2 മില്യൺ വീട് കിട്ടും. 3 ലക്ഷം രൂപ ഇപ്പം നമ്മളൊരു വീടിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുകയാണെങ്കിൽ ആ 3 ലക്ഷം രൂപയിലേക്ക് നീ എല്ലാം ചെയ്യുന്നതിന് 2% നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് കുറെ റിക്വയർമെന്റും ഡോക്യുമെന്റ് ഒക്കെ നമ്മൾ കൊടുക്കണം. സംഗതി നമ്മുടെ ബാധ്യത അത് ചെയ്യാൻ. അത് ഏജന്റിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നിർമ്മയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഒരു കാര്യം ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ വീടിന്റെ എനർജി ക്ലാസ് എങ്ങനെയുണ്ടെന്നുള്ളത്. എനർജി ക്ലാസ് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ലൈറ്റ്, ഹീറ്റിംഗ്, പിന്നെ നമ്മുടെ ഇത് ചെയ്തിരിക്കുന്ന വീട് എന്താ പറയുക കവർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, പുറത്തുനിന്ന് നമ്മുടെ ചൂട് നിൽക്കുന്നതാണോ, വീടിൻ്റെ അകത്ത് എനർജി നിൽക്കുന്നതാണോ, പിന്നെ നമ്മുടെ റൂഫ് ശരിക്കും എന്താ പറയുന്ന കവർ ചെയ്തിട്ടുണ്ടോ, ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു എനർജി ക്ലാസ് ആണ്. അപ്പം ഏറ്റവും ABCDEF ഇങ്ങനെ ഓരോ ഗ്രേഡുകളുണ്ട്. അപ്പം ഏറ്റവും കൂടിയത് ഉള്ളത് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അല്ല, ഏറ്റവും കൂടുതൽ B ഒന്നും കിട്ടാൻ സാധ്യതയില്ല. CD ഒക്കെയാണ് ഓരോ റേഞ്ചുകളിലേക്ക്. ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ്. പക്ഷെ ഒക്കെ വളരെ കിട്ടാനായിട്ട് നമ്മൾ ഒരു പഴയ വീടിന് കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നമ്മൾ ആ രീതിയിലേക്ക് വരുത്തണം. അപ്പം ഇത് ഇപ്പോഴത്തെ പുതിയ വീട്, ഏത് വീട് വിറ്റ് കഴിഞ്ഞാലും ഈ ഒരു സർട്ടിഫിക്കറ്റ് വിൽക്കുന്ന ആള് വാങ്ങുന്നവന് തരണമെന്ന് നിർബന്ധമാണ്. ആ വീടിന്റെ കണ്ടീഷൻ നമ്മൾ അത് ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് മിനിമം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത്രയും ചെക്ക് ചെയ്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ മാർക്കലറോട് പറയും, ഏജന്റിനോട് പറയുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്കത് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഏജന്റ് പറയും ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഓണറോട് സംസാരിക്കട്ടെ. ഓണർക്കും കംഫർട്ടായിട്ട് തോന്നിയെങ്കിൽ ഓക്കെ പ്രൊസീഡ് ചെയ്യാന്ന് പറയുന്നു. ഇല്ല, ചിലപ്പോൾ മാർക്കലർ പറയും 3-4 പേര് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്നാ പ്രൈസിന് ചർച്ച ചെയ്യാൻ പറ്റും. അപ്പൊ ചിലപ്പം ഓക്കെ വെയിറ്റ് ചെയ്യുവാണ്. ഓണറുടെ ഡെസിഷൻ, ഫൈനൽ ഡെസിഷൻ ഓണറുടെയാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു പോയി ചിലപ്പം 2 ദിവസം കഴിയുമ്പോഴത്തേക്കും മാർക്കലർ വിളിക്കും, ഓണർ ഇത് ചെയ്തിട്ടുണ്ട്, സംഗതി പ്രൊസീഡ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഇതായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സംഗതി അപ്പം അപ്പം നമ്മൾ ഫിനാൻസിന്റെ നമ്മുടെ ബെറാറ്ററോട് നമ്മൾ സംസാരിക്കണം. ഇന്നൊരു വീടുണ്ട്, ഇങ്ങനെ ഒരു കാര്യം അവർ എഗ്രി ആയിട്ടുണ്ട്, നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യണം. അപ്പം അവൻ കൂടുതൽ കാര്യങ്ങൾ എന്നോട് ചോദിക്കും, എന്തൊക്കെ വേണം എന്നുള്ളത്. വീടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണം, നമ്മുടെ ഇൻകം, പിന്നെ വീടിന്റെ ഗ്രൂൺബുക്ക് എന്ന് പറയും, നമ്മുടെ രജിസ്ട്രേഷൻ, നമ്മൾ വീട് ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഇതിന്റെ പേരാണ് ഗ്രൂൺബുക്ക് എന്ന് പറയുന്നത്. അതിലാണ് ഒഫീഷ്യലായിട്ട് ഈ വീട് ആരുടെ പേരിലാണ്. ആധാരത്തിന്റെ വേറൊരു രീതിയിലാണ്. ആധാരം നമ്മൾ ഇവിടെ ഒരു വെള്ള പേപ്പറിലാണ് കോൺട്രാക്ട് എഴുതുന്നത്. പക്ഷെ ഇത് നമ്മുടെ രജിസ്ട്രാർ അടുത്ത് ഇവിടുത്തെ കോർട്ടില് നമ്മുടെ നല്ല മുദ്രപേപ്പർ ഒന്നുമില്ല, ഇവിടെ വെള്ള പേപ്പറിൽ എഴുതുന്നേ ഉള്ളൂ. അത് ആ വാല്യൂ ഉള്ളത് അത്രേ ഉള്ളൂ. വെള്ള പേപ്പറിൽ നോട്ടറിയുടെ മുമ്പിൽ പോയി നമ്മൾ എഴുതി സൈൻ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അത് ഇവിടെ ആംറ്റിൽ അയച്ചിട്ട് ആംറ്റില് ഈ ഗ്രൂൺബുക്കില് എൻട്രി. ഗ്രൂൺബുക്കിന്റെ എന്താണെന്ന് എനിക്ക് ഇംഗ്ലീഷ് പേര് എനിക്കറിയാൻ മേല. നമുക്കത് രജിസ്ട്രേഷൻ ഓക്കെ. അതിൻ്റെ അകത്ത് നമ്മുടെ പേര് എൻട്രി ആരാണ് ഒറിജിനൽ ഓണർ എന്ന് അത് നോക്കിയാൽ നമുക്ക് കാണാം. അപ്പം ആ ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ ഫിനാൻസ് ബെറാറ്റർ നമ്മളോട് ചോദിക്കും. നമ്മൾ ഈ മാർക്കലറോടോ ഓണറോടോ ചോദിച്ച് അതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഫിനാൻസ് ബെറാറ്റർ ഇത് പ്രോസസ് ചെയ്തിട്ട് പറയും, നമുക്കിത് ഇന്ന ബാങ്കിൽ ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പം സംഗതി അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ. നമ്മൾക്ക് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇൻട്രസ്റ്റ് 3.5%, 1.5%, എന്താ പറയുന്നത്, നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, ഇതൊക്കെ നമ്മൾ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാങ്ക് നമ്മൾ ഫൈൻ ആണെങ്കിൽ അപ്പം ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻകത്തിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം ഫിനാൻസ് ബെറാറ്റർക്ക്. ഈ ഫിനാൻസ് ബെറാറ്റർക്കും ഒരു ഫീ ഉണ്ടാവുമല്ലോ അല്ലെ? അത് ബാങ്കുകാരാണ് കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്നില്ല. നോർമലി അത് നമുക്കത് സൗജന്യമായിട്ട് കിട്ടണേ. പക്ഷെ ബാങ്കുകാർ നമ്മുടെ ഇവത്തിൽ നിന്നല്ല, അവര് ബാങ്ക് തന്നെയാണ് ഈ ഫൈനാൻഷ്യൽ അഡ്വൈസർക്ക് കൊടുക്കുന്നത്. അത് നമ്മളിൽ നിന്ന് വരുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ഈ ടോട്ടൽ എമൗണ്ടിൽ അത് ആഡ് ചെയ്യപ്പെടുന്നുണ്ടാകും. ഇൻട്രസ്റ്റിൽ നിന്നൊക്കെ ഒരു പാർട്ടായിട്ടല്ലേ പോകുന്നത് എന്നൊക്കെയല്ലോ. അപ്പൊ അത് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞ് ബാങ്ക് ഒരു കൺഫർമേഷൻ തരും, ഇദ്ദേഹത്തിന് ഈ വീടിന്റെ ഫൈനാൻസ് എടുക്കാനായിട്ട് നമ്മൾ അനുമതി കൊടുത്തിരിക്കുന്നു. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ
മാർക്കിലർക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓണർക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ പറയുന്നത് നോട്ടാ ടേമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഏജന്റ് അറേഞ്ച് ചെയ്യും, റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അറേഞ്ച് ചെയ്യും നമുക്ക് നോട്ടാറിന്റെ അടുത്ത് പോകാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അറേഞ്ച് ചെയ്യും. നോർമലി ഇതെല്ലാം മ്യൂച്വലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആരുടെയെങ്കിലും എടുത്ത് എന്നിട്ട് നോട്ടാർ ഈ എന്താ പറയുന്നത് ഈ സെയിൽ എഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്യും. നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എല്ലാം എഴുതി നമുക്ക് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നമുക്ക് നോട്ടാർ അയച്ചു തരും. എല്ലാം അറിയാം. അതിനു മുമ്പ് നോട്ടാർ ഒരുപാട് കാര്യങ്ങൾ ഓണറിന്റെ അടുത്തുനിന്നും നമ്മുടെ മാർക്കിലറുടെ കയ്യിൽ നിന്നും ഒക്കെ വാങ്ങിക്കും. ഈ ഗ്രൂണ്ട് ബുക്കിന്റെ ഇൻഫർമേഷൻ, എന്തെങ്കിലും ഈ വീടിന് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം ഈ ഗ്രൂണ്ട് ബുക്കിൽ കാണാം. ബാധ്യതയുണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്ത് തരേണ്ട നോട്ടാറിന്റെ കൂടെ ഉത്തരവാദിത്തം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഈ ഡ്രാഫ്റ്റ് നമുക്ക് അയച്ചു തന്നിട്ട് നമ്മളോട് നോട്ടാർ പറയും എന്താ പറയുന്നത് വായിച്ചു നോക്കി ക്ലിയർ ആണെങ്കിൽ നമുക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ നമ്മൾ ചെല്ലുക. അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്കും അദ്ദേഹം 1 by 1 എല്ലാം വായിച്ച് കേൾപ്പിക്കും. നമ്മൾ ജർമ്മനാണ് നോർമലി ഇത് ചെയ്യുന്നത്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിൽ ഒരുപക്ഷെ ഒരു ട്രാൻസ്ലേറ്ററെ കൂടെ കൊണ്ടുപോകുന്നതല്ലാണ്. ഇല്ലെങ്കിൽ നമ്മൾ ജർമ്മൻ സംസാരിക്കുമെങ്കിൽ ഓക്കെ ഫൈൻ. എന്നിട്ട് സൈൻ ചെയ്ത് പോരുന്നു. ആ സൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാങ്കിലേക്കുള്ള ഒരു ഡോക്യുമെന്റ് നോട്ടാർ തരും. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ബാങ്കുകാർ അതിൻ്റെ റിമൈനിങ് എമൗണ്ട് അല്ലെങ്കിൽ റിലേറ്റഡ് എമൗണ്ട് നോട്ടാറുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹം സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഏത് അക്കൗണ്ടാണ്, ചിലപ്പോൾ ഓണറുടെ അക്കൗണ്ട് ഡയറക്റ്റ് ആയിരിക്കാം. ഞങ്ങൾ ചെയ്തത് നോട്ടാറിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് നോട്ടാർ ഇതിനുള്ള ബാധ്യതകളെല്ലാം തീർത്തിട്ട് റിമൈനിങ് ഓണറിലേക്ക് അയക്കുമായിരുന്നു. അപ്പൊ അത് പല രീതിയിലാണ് അപ്പൊ പറയുന്ന പോലെ ചെയ്യും. അപ്പൊ നോട്ടാറിനുള്ള ക്യാഷും ബാങ്കിൽ അല്ല, നോട്ടാറിന് അതിന് ശേഷമാണ് ഫീസ് വരുന്നത്. അത് വേറെ. നോട്ടാറിന് അതിന് അതാ 10%, 12% ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നോട്ടാറിന്റെ ഗവ്യൂറ 2%, നമ്മുടെ ഗ്രൂണ്ട് വേർബ് സ്റ്റോയർ, നമ്മുടെ എന്താ പറയാ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ടാക്സ് 6%, NRA, പിന്നെ മാർക്കിലറിന്റെ പൊസിഷൻ 3.57, മൊത്തം 12% നമ്മൾ അഡീഷണൽ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ കൊടുക്കണം. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ നോർമൽ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ റെസിഡന്റ് പെർമിറ്റ് ഒക്കെ നമ്മൾ എവിടെയാ സബ്മിറ്റ് ചെയ്യേണ്ടത്? അതൊക്കെ നമ്മുടെ ഈ ഫൈനാൻസിന്റെ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കണ്ടേ. ഓക്കെ, ബാങ്കിലാണ് ഇതെല്ലാം. ബാങ്കിൽ ഫൈനാൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളോട് ഈ മാർക്കിലർ ചോദിക്കും ഏതാണ് നിന്റെ ID, നിനക്ക് ഒന്ന് ജെനുവിൻ ആണോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, നമ്മളിപ്പോ ഒരു പുറത്തുനിന്ന് വന്നൊരു ആളായതുകൊണ്ട് ഇനിയിപ്പോ നമ്മുടെ ഔട്ട്സ്റ്റാൻഡർ പേപ്പർ, അതായത് നമ്മുടെ ഫോറിൻ ഓഫീസിൽ ഇതിന് വല്ല സബ്മിഷൻ നമ്മുടെ സ്റ്റഡില് സിറ്റീസ് അങ്ങനെ ഇല്ല. നമുക്ക് ഇത് കിട്ടി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ പോയി മെൽഡൻ ചെയ്യണം. നമ്മുടെ അഡ്രസ് ചേഞ്ച് ചെയ്തു, നമ്മുടെ പുതിയ അടുത്ത സ്റ്റെപ്പാണ് പുതിയ ഇതായിട്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് പൈസ കിട്ടി, ബാങ്കിലെ പരിപാടികൾ നോട്ടറൈസേഷൻ കഴിഞ്ഞു. നോട്ടറൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലി സംഗതി എന്താ പറയുന്നത്, അത് നമ്മുടെ പേരിലേക്ക് ഒഫീഷ്യലായിട്ട് എഴുതി ഒഫീഷ്യലായി. അതിനുശേഷം അത് ആ ഒഫീഷ്യൽ ഡോക്യുമെന്റ് സ്റ്റാർട്ടിലേക്ക് ഗവൺമെന്റിന്റെ മുനിസിപ്പാലിറ്റിയിലേക്ക് അയച്ച് അത് നോട്ടർ ചെയ്യുന്നത്. എന്നിട്ട് അയച്ചിട്ട് ഈ ഗ്രൂൺബൂഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എനിക്ക് കിട്ടുന്നില്ല. അതിന്റെ അകത്ത് നമ്മളാണ് പഴയ ആൾക്കാരെ വെട്ടി നമ്മുടെ പേര് ആഡ് ചെയ്തിട്ട് പുതിയ ഗ്രൂൺബൂഹിന്റെ പഴയ ആളുടെയൊക്കെ പേര് കാണുന്ന പോലെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സാധനം അയച്ചു തരും. അയച്ച് ആ ഗ്രൂൺബൂഹിൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായി ഇതിന്റെ ഒഫീഷ്യൽ ഓണർ. അപ്പോഴത്തേക്കുമാണ് സംഗതി അവിടുന്ന് ഗ്രൂണ്ട് സ്റ്റോറിന്റെ പേപ്പറും നമ്മുടെ ടാക്സിന്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ടാക്സിന്റെ പേപ്പറും കാര്യങ്ങളും ഒക്കെ നോട്ടാർ നമുക്ക് അയച്ചു തരുന്നത്. ഇതെല്ലാം പേ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡൗട്ട് കൂടി പെട്ടെന്ന് ഡൗട്ട് വരുമ്പോൾ ചോദിക്കുന്നതാണ്. ഇനിയിപ്പോ നമുക്കിപ്പോ റിയൽ എസ്റ്റേറ്റിന്റെ ഏജന്റ് നമ്മള് ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോട്ടാർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് നിർബന്ധമായിട്ടും വേണം. നോട്ടാർ വഴിയാ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് രണ്ട് ഭാഗത്തുനിന്നും. ഈ നോട്ടർ എന്ന് വെച്ചാൽ ഒരു വക്കീലല്ലേ? നോട്ടറി. അപ്പൊ നോട്ടറി നമുക്ക് എങ്ങനെ അത് നമ്മുടെ ഏത് നോട്ടറിയിലും വേണേലും നമുക്കൊരു മെയിൽ എഴുതി ചോദിക്കാം, ഞങ്ങൾ ഇങ്ങനെ ഒരു വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു അപ്പോയിന്റ്മെന്റ് തരാവോ, ഇതിന്റെ പ്രൊസീഡിങ്സിന് എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഏതൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പറയും ഇന്ന ഡോക്യുമെന്റുകൾ ഞങ്ങൾക്ക് വേണം. അവരാദ്യമേ പ്രൂവ് ചെയ്യും. എന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. വിൽക്കുന്നവൻ അത് ഒറിജിനൽ ഓണറാണ്, അതിന് വേറെ ബാധ്യതകളൊന്നും ഇല്ലെന്നുള്ളതൊക്കെ അവൻ ഉറപ്പുവരുത്തണം നമുക്ക് എഴുതി തരുന്നതിന് മുമ്പ്. അപ്പൊ അതിന്റെ ഇൻഫർമേഷൻ എല്ലാം അവന് വേണം. അപ്പം ഈ മാർക്കിലർ ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഓണറുമായിട്ടല്ലേ ബന്ധപ്പെടുന്നത്. അപ്പൊ ഓണറോട് ചോദിക്കണം ഇന്ന സാധനങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ തരണമെന്ന് വേണം. അപ്പൊ അത് നമ്മൾ നോട്ടാറിന് അയച്ചു കൊടുത്ത് നോട്ടറി അത് ചെക്ക് ചെയ്തതിന് ശേഷമാണ്. നോട്ടറി നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവിടെ ഇച്ചിരി കൂടെ എന്താ പറയുന്നത്, നമ്മുടെ വീട് വാങ്ങിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, സംഗതി നമ്മുടെ എന്താ പറയുന്ന ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്, ഒരു കമ്പനി പർച്ചേസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള
ഒഫീഷ്യൽ നമ്മുടെ സ്റ്റാർട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സർട്ടിഫൈ ചെയ്യുന്നത് നോട്ടറൈസേഷൻ വഴിയാണ്. സോ അതുവഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഗ്രൂണ്ട് ബുക്കിൽ നമ്മുടെ പേര് എൻട്രി ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യൽ ഓണറായി. അതിനുശേഷം നമ്മൾ നമ്മുടെ ലോക്കൽ ലാൻഡിൽ പോയി നമ്മൾ മെൽഡൻ ചെയ്യണം. നമ്മളിവിടെ താമസം തുടങ്ങി, ഇത് ഇന്നവരാന്ന് പറഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, സിറ്റി രജിസ്ട്രേഷൻ ചെയ്യണം. ആ കൂട്ടത്തിൽ നമ്മുടെ എന്താ പറയുന്നത് ഇലക്ട്രിസിറ്റി നോർമലി ഒരു കാര്യം കൂടെ, നോർമലി ചില ആളുകൾ ഇപ്പം ഞങ്ങളുടെ കേസിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ടറിയുടെ അടുത്ത് സൈൻ ചെയ്ത് കഴിഞ്ഞ അന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് കീ തന്നു, ഈ വീടിന്റെ കീ തന്നു. പക്ഷേ വേറെ ചിലർക്ക് അക്കൗണ്ടിൽ പൈസ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഓണേഴ്സ് കീ തരുന്നത്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണോ അവരുമായിട്ട് ഫെറൈൻ ബാറൻ ചെയ്യണേ അതിനനുസരിച്ചാണ്. ഇത് എങ്ങനെയായാലും ഈ പ്രോസസ്സ് ഒരു 4-6 ആഴ്ച എടുക്കും. നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ ഈ ബാങ്കിന്റെ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടു, ബാങ്കിന് ഡോക്യുമെന്റ് അയച്ചു കൊടുത്തു, ബാങ്ക് ലോൺ അപ്രൂവ് ആയി, ബാങ്കുമായിട്ട് ഫെട്രാഗ് സൈൻ ചെയ്തു, എൻട്രി ചെയ്തു, പിന്നെ നോട്ടാറിന്റെ അടുത്ത് പോയി, നോട്ടാർ ഇതെല്ലാം ചെയ്തു, സ്റ്റാർട്ടിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് വിട്ടു, മുനിസിപ്പാലിറ്റി ഇത് രജിസ്റ്റർ ചെയ്ത് തിരിച്ച് വന്ന് ഈ കംപ്ലീറ്റ് പ്രോസസ്സ് 4 തൊട്ട് 6 ആഴ്ച വരെ എടുക്കാം. ചിലപ്പോൾ അതിലും ലേറ്റ് ആയിട്ട് എടുക്കാം, ലേറ്റ് ആകാം സാധ്യതയുണ്ട്. അപ്പം ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പൊ ഈ സമയം ചിലവര് നമ്മളെ അലോ ചെയ്യും, നോട്ടാറിന്റെ ഇത് കഴിഞ്ഞാൽ പൈസ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ അത്യാവശ്യം എന്താ പറയുന്നത് എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ വീട് മേടിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഞാൻ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു, അതാണ് നമുക്ക് പ്രൈമറി ആയിട്ട് നമ്മൾ കാണുമ്പോൾ ഇത്രയല്ലേ വരുന്നുള്ളൂ. പക്ഷെ ഇത് കൂടാതെ വേറെ കുറെ സാധനങ്ങളുണ്ട് നമുക്ക് ഇതിന്റെ കൂടത്തിൽ വരുന്ന ചെലവുകൾ. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു വീടിന് ഇൻഷുറൻസ്, പല ഇൻഷുറൻസുകളും മസ്റ്റാണ്. നമുക്ക് ഈ വീടിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ആയിരിക്കാനും വലിയ എമൗണ്ട്, അങ്ങനെ പല ഇൻഷുറൻസുകളുണ്ട്. വോൺ ഗെബോയുടെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഇൻഷുറൻസ്, വോൺ ഗെബോയുടെ ഇൻഷുറൻസ്, പിന്നെ ഹൗസ് റാത്ത് ഫിസിഷറും എന്ന് പറയുമ്പം ഹൗസ് ഹോൾഡ് കണ്ടന്റ് ഇൻഷുറൻസ് ആണ്. ഓരോന്നായിട്ട് ഞാൻ അറിയാവുന്ന പോലെ ഞാൻ പറയാം. വോൺ ഗെബോയുടെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇൻഷുറൻസ് നമ്മുടെ ബിൽഡിങ്ങിന് എന്തെങ്കിലും ഡാമേജ് വന്നു, പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ബിൽഡിംഗ് ഇൻഷുറൻസ് എന്നാണ് അതിന് പറയുന്നത്, പ്രോപ്പർട്ടി ഇൻഷുറൻസ്. അതിനെന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഫയർ കൊണ്ടോ ഫ്ലഡ് കൊണ്ടോ കാറ്റ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് നമ്മുടെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കവർ ചെയ്യാനുള്ളതാണ് വോൺ ഗെബോയുടെ ഫെസിഷർ എന്ന് പറയുന്നത്. രണ്ടാമതുള്ളത് എന്നാ പറയുന്നത് ഹൗസ് റാത്ത് ഫെസിഷർ. അത് എന്താ പറയുന്നത് ഹൗസ് ഹോൾഡ് കണ്ടന്റ് ഫെസിഷറുമാണ്, ഹൗസ് ഹോൾഡ് കണ്ടന്റ് ഇൻഷുറൻസ് ആണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ അകത്തുള്ള കണ്ടന്റ്, നമ്മുടെ ഇതിന്റെ അകത്തുള്ള ഫർണിച്ചർ, നമ്മുടെ ക്ലോത്ത്, ഇലക്ട്രോണിക്, എക്സാക്ട്ലി നമ്മുടെ സോഫ അല്ലെങ്കിൽ വേറെ ഫർണിച്ചർ എന്തും ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, നമ്മുടെ തുണി സാധനങ്ങൾ, നമ്മുടെ ഓർണമെന്റ്സ്, ഇതൊക്കെ എന്തെങ്കിലും കൊണ്ട് ഫർണിച്ചർ, നമ്മുടെ ഫയർ ആകാം, തെഫ്റ്റ് ആകാം, ഡാമേജ് ആകാം, എന്തെങ്കിലുമൊക്കെ ആകട്ടെ, ഇതിനെന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കവർ ചെയ്യാനായിട്ടുള്ളതാണ് ഈ ഹൗസ് റാത്ത് ഫെസിഷർ എന്ന് പറയുന്നത്. ഹൗസ് റാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് കണ്ടന്റ് ഇൻഷുറൻസ്, ഇതിന്റെ അകത്തുള്ള സാധനങ്ങൾ. പിന്നെ ഉള്ളത് നമ്മുടെ ഹഫ്ലിഷ് ഫെസിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി ഇൻഷുറൻസ്. ലയബിലിറ്റി ഇൻഷുറൻസ് എല്ലാവർക്കും തന്നെ അറിയാം, ഇവിടെ അതില്ലാതെ നടക്കൂല. ഇപ്പൊ നമ്മുടെ വീടിന് റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഹഫ്ലിസ്റ്റ് ഫെസിഷർ ഉണ്ട്. നമ്മുടെ വീടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് കയറുമ്പോൾ നമ്മൾ തെന്നി താഴ്ത്തു വീണു, അപ്പൊ അവന് വന്ന് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന് വരുന്ന കോമ്പൻസേഷൻ നമ്മൾ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അത് വഹിക്കും. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരാൾ തെന്നി വീണാൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ സംഗതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോർമലി ഞാൻ കേട്ടിട്ടുണ്ട് മഞ്ഞ് വീണ് അത് മാറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ കുറ്റാണ്. അതേപോലെ തന്നെയാണ് ഒരാൾ നമ്മുടെ തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ വീടിന് മുമ്പിൽ ഒരുത്തം വന്ന് തെന്നി വീണ് കഴിഞ്ഞാൽ അതിന്റെ ഇത് നമ്മളത് ഒരുപക്ഷെ അവിടെ തെന്നി എന്തെങ്കിലുമൊക്കെ കിടക്കുന്ന വെള്ളം കിടക്കുന്നുണ്ട്, നമ്മുടെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. എല്ലാ കേസിലും അങ്ങനെയല്ല, പക്ഷെ അങ്ങനെ ആകാം. അപ്പൊ അതിന് ഇപ്പൊ നമ്മുടെ കൊച്ചി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, നമ്മുടെ സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈക്കിൾ ചെന്ന് അപ്പുറത്തെ കിടക്കുന്ന വണ്ടിയെ ചെന്ന് ഇടിച്ച് വണ്ടി ചളങ്ങി. അപ്പൊ അതിന്റെ കോസ്റ്റ് അത് നമ്മുടെ ഇതിന്റെ അകത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് ടൈംസ് ആണ്. ഞാൻ ഇതിന്റെ അകത്ത് പ്രൊഫഷണൽ അല്ല, എന്നാലും ഞാൻ അറിയാവുന്ന കാര്യം ഞാൻ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ സേഫ് ആണ്. പക്ഷെ പിന്നെ ഉള്ളത് ഗ്ലാസ് ഫെസിഷറും എന്നാണ് പറയുന്നത്, നമ്മുടെ ഗ്ലാസ് ഇൻഷുറൻസ്. നമുക്ക് ഇവിടെ ഒരുപാട് ജർമ്മനിയിൽ നമുക്ക് അറിയാലോ, നമ്മുടെ വലിയ വിൻഡോകളാണ്, വലിയ ഡോറുകളാണ്, ഇതെല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിലും ഭയങ്കര കോസ്റ്റാണ്. അപ്പൊ അതിനൊരു ഇൻഷുറൻസ് ഉണ്ട്, മാൻഡേറ്ററി അല്ല, നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഒരു കവേർഡായിട്ട്. അപ്പൊ ഇങ്ങനെ
ഓരോ തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഇതെല്ലാം പല ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം നമുക്ക് ഒറ്റ പാക്കേജ് കിട്ടും? ഒറ്റ പാക്കേജ് കിട്ടും. ഞങ്ങളിപ്പോ ഒറ്റ പാക്കേജിലാണ് ഇതിനൊക്കെ ചെയ്യുന്നത്. എത്രത്തോളം റേറ്റ് വരും? അത് പല രീതിയിലുണ്ട്. നമ്മൾ എടുക്കുന്ന വാല്യൂവിനെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു ഒരു 100 ഓരോ ഇൻഷുറൻസിനും ഓരോ റേറ്റ് മുതലുണ്ട്. ഇപ്പൊ ബോൺ കെബോയുടെ ഫെസിലിറ്റി 50 തൊട്ട് 200 രൂപ വരെ ഉള്ളത് പെർ മന്ത്. 50 തൊട്ട് 200 യൂറോ വരെ പെർ മന്ത് നിനക്ക് കൊടുക്കാനുള്ളത്. അത് നമ്മുടെ ഒരു വീടിന്റെ അനുസരിച്ച്. അതുപോലെ തന്നെ ഹൗസ് റാത്ത് ഫെസിലിറ്റി, നമ്മുടെ ഹൗസ് ഹോൾഡ് കണ്ടന്റ് ഇൻഷുറൻസിന് നിനക്ക് 20 തൊട്ട് 120 വരെ ചെയ്യാനുള്ളതുണ്ട്. അപ്പൊ പിന്നെ ഹഫ്ലിഷ് ഫെസിലിറ്റി അത് 20 നിനക്കറിയാം. നീ ഒരു വർഷം നീ എടുത്തിട്ട് അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ അകത്ത് എന്തെല്ലാം സാധനങ്ങൾ ആഡ് ചെയ്യുന്നു, എന്തെല്ലാം ക്ലെയിംസ് അല്ലെങ്കിൽ ക്ലെയിംസിനുള്ള ഓപ്ഷൻസ് അല്ല എന്തെല്ലാം താരിഫ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് പ്രീമിയം കൂടിക്കൊണ്ടിരിക്കും. എങ്ങനെയായാലും ഒരു 200, 150, ഒരു 130നും ഒരു 300, 350 രൂപയ്ക്ക് ഇടയ്ക്ക് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം. അത് നമ്മുടെ റിക്വയർമെന്റ്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഇതിന്റെ കൂടെ കണക്ക് കൂട്ടണം. ഇത് കൂടാതെ നമുക്ക് വീടിന് ഗ്യാസിന്റെ ചെലവുണ്ട്. വീട് ഹീറ്റിംഗ് ഗ്യാസിലാണെങ്കിൽ ഗ്യാസിന് മാസം നമുക്ക് നമ്മളായിട്ട് തന്നെ ചെലവ് കൂടും. ഇലക്ട്രിസിറ്റി അതൊക്കെ ഫിക്സഡ് എമൗണ്ട് ആണ്? ഫിക്സഡ് എമൗണ്ട് അല്ല, നമ്മുടെ യൂസിനുള്ളതാണ്, നമ്മുടെ കൺസെപ്റ്റ്. അല്ല, ഞാൻ പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ വിന്ററിലാണല്ലോ നമ്മൾ കൂടുതലും ഗ്യാസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സമയത്ത് മാത്രം അടച്ചാൽ. പക്ഷെ നമുക്ക് ചൂടുവെള്ളം വേണ്ടേ? ചൂടുവെള്ളം ഗ്യാസിന്റെ ഇതിലാണ് നമ്മൾ ഫംഗ്ഷൻ. ഇപ്പൊ ചിലര് സോളാർ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബോമപ്പുമ്പിന്റെ ഓപ്ഷൻ വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഗ്യാസ് വേണ്ട. ഇപ്പം ഗവൺമെന്റും പ്രൊമോട്ട് ചെയ്യുന്നത് ഗ്യാസ് വേണ്ടല്ലോ. ഗ്യാസ് ഇല്ലാതെ പുതിയത് വാംപുമ്പിലാണ് ചെയ്യാനായിട്ടാണ്. വാംപുമ്പ് അത് തന്നെ വാംപുമ്പ് അതിൽ തന്നെയാണ് വേമപ്പുമ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഹീറ്റ് പമ്പ്, അത് ഹീറ്റ് പമ്പ്, വാംപുമ്പല്ല ഹീറ്റ് പമ്പ്, അത് ഹീറ്റിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നോർമലി നമ്മൾ പലതരത്തിലുള്ള ഹീറ്റിംഗ് ആണ് ഓരോ വീടുകളിലും. ഇപ്പൊ പഴയ വീടുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും. താഴെ നിങ്ങൾക്ക് എല്ലാവരിലും വലിയ ഓയിൽ ടാങ്ക് കാണാം. അതായത് നമ്മുടെ ഈ സൺഫ്ലവർ ഓയിൽ അങ്ങനെയല്ല, വേറെ വലിയ ഇതിനു വേണ്ടി ഹീറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓയിൽ ഉണ്ട്. അപ്പൊ അത് 2000-4000 ലിറ്റർ കൊള്ളുന്ന ഒരു വലിയ ടാങ്ക് ഉണ്ടാവും. എന്നിട്ട് ആ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹീറ്റിംഗ് എല്ലാ കൊല്ലം ഇങ്ങനെ അത് തീരുമ്പോൾ നമ്മുടെ വീട്ടിന് മുമ്പിൽ കൊണ്ടുവന്ന് അത് കണക്ട് ചെയ്ത് പിന്നെ നമ്മുടെ ടാങ്കിൽ നിറച്ചു തരും. അതിന് എത്രയാണ് കോസ്റ്റ് എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. പണ്ട് 2000 രൂപ 2200 യൂറോ മറ്റേ 1000 അതോ 1200 അങ്ങനെ ഏതാണ്ട് വരുന്നത്. അതെനിക്ക് കറക്റ്റ് അല്ല. ഒരു കൊല്ലത്തിൽ അത്ര ഫിക്സ്ഡ് എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഫിക്സ്ഡ് എമൗണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത്. ഗ്യാസിന്റെ നമ്മൾ വരുന്നത് നമ്മുടെ കൺസംഷൻ അനുസരിച്ചാണ്. കൺസംഷൻ നമ്മൾ ഇപ്പൊ ഈ ഒരു വീടിന് ഞങ്ങൾ 149 സ്ക്വയർ മീറ്റർ ഉള്ള ഈ വീടിന് ഞങ്ങൾക്ക് ചെലവ് വരുന്നത്, നമ്മൾ ഇത് ചെയ്യുന്നത് 18000 കിലോ വാട്ടാണ് ഗ്യാസിന്റെ ഇത് വരുന്നത്. അപ്പോൾ അതിന് ഒരു മാസം നമ്മുടെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. നമ്മൾ ഓരോ കോൺട്രാക്ട് എടുക്കുന്ന പോലെ ഇരിക്കും സംഗതി എത്രയാണുള്ളത്. 140 യൂറോ 159 യൂറോ മറ്റാണ് ഇപ്പോൾ ഒരു മാസം നമ്മൾ ഗ്യാസിന് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി അഡീഷണൽ കോസ്റ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഒരു 2500-3000 കിലോ വാട്ട് ഇലക്ട്രിസിറ്റി നമുക്ക് ഒരു കൊല്ലം വേണ്ടി വരും. രണ്ടുപേരാണെങ്കിൽ 2500, ഒരാളാണെങ്കിൽ 1500. അത് കൂടി അത് നമ്മുടെ കൺസംഷൻ അനുസരിച്ചാണ്. നമ്മളൊരു വീട്ടിൽ കയറുമ്പോഴാണ് നമ്മൾ എത്രമാത്രം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ വർഷം നമ്മൾ ടെസ്റ്റ് വൈസ് ആണ്. അല്ലെങ്കിൽ നല്ല ജെനുവിൻ ഒരു ഒരു സെല്ലർ ആണെങ്കിൽ അവൻ പറഞ്ഞു തരും അവർക്ക് 2 പേരുണ്ടായിരുന്നപ്പോഴത്തേക്ക് എത്രയാണ് ആ വീടിന് നമുക്ക് കൺസംഷൻ വന്നുകൊണ്ടിരുന്നത്. അവരുടെ യൂസേജ് പാറ്റേൺ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നമ്മൾ ചിലപ്പം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ലൈറ്റ് ഇട്ടിട്ട് പോകുന്നവരായിരിക്കാം. അപ്പം കുറെ ഇങ്ങനെ കിടക്കും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലായിടത്തും ലൈറ്റ് ഇടുന്നവരായിരിക്കാം നമ്മുടെ ഒരു നാടിന്റെ ഒരു സ്റ്റൈൽ വെച്ച്. പക്ഷെ ഇവരൊന്നുകൂടി വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ലിമിറ്റ് ആയിട്ട് അവിടുന്ന് പോരുമ്പോൾ ആ റൂമിൽ ഓഫ് ചെയ്തിട്ട് പോരുന്ന ഒരു സ്റ്റൈലൊക്കെ ആയിരിക്കാം. അപ്പം യൂസേജിന്റെ ആ ഒരു വ്യത്യാസം ഉണ്ടാകും. അതും നമ്മൾ ഈ ഇലക്ട്രിസിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പോലെ. ഇതൊക്കെ എളുപ്പമാണല്ലോ. ഇതെല്ലാം ഓൺലൈനിൽ നമുക്ക് ചെയ്യാം. നമുക്ക് എങ്ങും പോകേണ്ട കാര്യമില്ല. ഇപ്പൊ ചെക്ക് ഫിയറും സ്വാൻസിഷ് ചെക്ക് 24 നോക്കിക്കഴിഞ്ഞാൽ അല്ലെ ഫെരിഫോക്സ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ഇതിലൊക്കെ നോക്കി നമ്മുടെ പോസ്റ്റ് വൈസാലും നമ്മുടെ പോസ്റ്റൽ കോഡും അഡ്രസ്സും ഒക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര പേര് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഓപ്ഷൻ കാണിക്കും. നമ്മുടെ ഏരിയയിൽ നമ്മുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ, എത്ര ചീപ്പായിട്ടുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഇക്കോ താരിഫ്, നമ്മുടെ ഗ്രീൻ ഇലക്ട്രിസിറ്റി വേണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ ഒക്കെ സെലക്ട് ചെയ്ത് എല്ലാം ബൈ ഓൺലൈനിൽ ചെയ്ത് നമ്മൾ മാറ്റിയെടുക്കാം. പിന്നെ ഇവിടെ ലോക്കൽ പ്രൊവൈഡർ ആയിരിക്കും നമുക്ക് വാട്ടർ ഇതുമൊക്കെ തരുന്നത്, നമ്മുടെ സിറ്റിയുടെ. അപ്പം അത് നോർമലായിട്ട് ഇവിടെ ഇപ്പൊ റൈൻ എനർജിയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുള്ള ഒരു കോസ്റ്റ് ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റിയുടെ ഇത് നമ്മൾ ഒരു 60 തൊട്ട്
€80 വരെ പെർ മന്ത്. നമ്മൾ പെർ മന്ത് നമ്മൾ കരുതണം. വാട്ടറിന് നമ്മൾ നോക്കണം, നമ്മുടെ കൺസംഷൻ അനുസരിച്ച്. ഗാർഡന് വലിയ ഗാർഡനൊക്കെ ഉള്ളതാണ്, അവിടെ നനയ്ക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു 15 മുതൽ 35-40 രൂപ വരെ നമുക്ക് വരാം ഒരു മാസം. പിന്നെ നമ്മുടെ ഇന്റർനെറ്റിനുള്ള കോസ്റ്റ്, നമ്മുടെ എത്രയാണ് സ്പീഡുള്ള ഇന്റർനെറ്റ്, TV, ടെലഫോൺ ഇതെല്ലാം കൂടെ വരുന്നതിന്. അപ്പൊ ഈ കോസ്റ്റുകളെല്ലാം അഡീഷണൽ ആയിട്ട് നമ്മുടെ മന്ത്ലി പ്രിൻസിപ്പലിനും ഇതിനും അതിന്റെ മേലെ ഉള്ളതാണ്. അതിന്റെ മേലെ ഉള്ളതാണ്. ഇനി ഒരു കാര്യം കൊണ്ടാണ്, നമുക്ക് ക്വാർട്ടർലി നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു ഇൻവോയ്സ് വരും. ക്വാർട്ടർലി എല്ലാ 3 മാസം കൂടും. എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ പേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്റർ നമുക്ക് ജനുവരിയിൽ വരും. അതെന്നാത്തിനാന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ പ്രോപ്പർട്ടി ടാക്സ്, നമ്മുടെ ഗ്രൂണ്ട് സ്റ്റോയർ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ടാക്സ്. നാട്ടിൽ നമ്മൾ കരം അടയ്ക്കണം. അത് തന്നെ പ്രോപ്പർട്ടി ടാക്സ്. പിന്നെ നമ്മുടെ ഈ വെള്ളം, നമ്മൾ ഈ ഉപയോഗിക്കുന്ന വെള്ളം പോകുന്നതിനുള്ളത്. പിന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ വീഴുന്ന മഴവെള്ളവും കാര്യങ്ങളും ഒക്കെ ചോർന്നു പോകുന്നതിന് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏരിയ അനുസരിച്ചുള്ള നാട്ടിലെ കോൺസെപ്റ്റ് അല്ലല്ലോ. നാട്ടിലെ കോൺസെപ്റ്റ് അല്ല, ഇവിടത്തെ ഇതാണ്. അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ കുളിച്ച് വീണാൽ വാഷിംഗ് മെഷീനിലേക്ക് ഇതെല്ലാം പോവല്ലേ, അതൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നത്? അത് നേരെ അവരുടെ ഡ്രെയിനേജിലേക്ക് തന്നെ പോകും. എല്ലാം കണക്റ്റഡ് അല്ല, ഇവിടെ പുറത്തൊന്നുമല്ല, എല്ലാം കണക്ട് ചെയ്ത് പോയി പ്രോസസ് ചെയ്ത് സംഗതി അത് പോകും. അതിനെല്ലാം ഓരോ സ്ഥലങ്ങളിലും ഓരോ ഏരിയയാണ്. ഇവിടെ മൂലയിൽ ഒരു പമ്പിംഗ് ഹൗസും പ്രോസസിങ് എല്ലാം ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ നല്ലതായിട്ട് തന്നെ എല്ലാം എന്താ പറയുന്നത്, അതിന് സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിനുള്ള പൈസ കൊടുക്കണം. അപ്പൊ നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ വെള്ളം പോകുന്നതിനുള്ള പൈസ ഉണ്ട്. പിന്നെ നമ്മുടെ പറമ്പിൽ വീഴുന്ന വെള്ളം ഒലിച്ചു പോകുന്നതിനുള്ള അതിനും ഒരു പൈസയുണ്ട്. അത് എങ്ങോട്ടെങ്കിലും പോകണ്ടേ, അത് നമ്മുടെ കനാലിലല്ലേ പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ നോർമൽ ആയിട്ടുള്ള സ്ട്രാസയിൽ നമുക്ക് കാണാമല്ലോ, വെള്ളം ഇങ്ങനെ അങ്ങനെ പോകുന്നു. അതിൻ്റെ അതിലേക്ക് പോകുന്നതിന് നമ്മുടെ ഏരിയ തിരിച്ചുള്ള ഇത്. പിന്നെ നമ്മുടെ എടുക്കുന്നതിന്, നമ്മുടെ വേസ്റ്റ് എടുക്കുന്നതിന്, പിന്നെ എന്താ നമ്മുടെ സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്നതിന്, സ്ട്രാസ് ആൻഡ് ഡ്രൈനിങ്ങിന്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ ക്വാർട്ടർലി ഇത്ര രൂപ വീതം അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ലെറ്റർ വരും. അത് അപ്രോക്സിമേറ്റ്ലി ഞാനിപ്പോ കൊടുക്കുന്നത് 383 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് സാഹചര്യം പോലെ അതൊരു 130 വരെ, 130 മുതൽ 500-560 രൂപ വരെ വരാം. ഓരോ നമ്മുടെ വീട് പല കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഫിക്സഡ് ഇത്രയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിനക്ക് 130 രൂപ 140 രൂപ വന്നെന്നുള്ളതായിരിക്കും. അത് വീടിന്റെ സൈസും ഇവിടുത്തെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചിലപ്പോൾ 500 രൂപ വന്നിരിക്കും. നിനക്ക് വലിയ സ്റ്റോക്കും കൂടുതൽ കൺസംഷനും ഒക്കെ ആണെങ്കിൽ. അപ്പൊ ഈ ഒരു കോസ്റ്റും കൂടെ നമ്മുടെ മന്ത്ലി കോസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുന്നത്, ഒരു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അതായത് നമ്മുടെ ലിവിംഗ് എക്സ്പെൻസ് അല്ലാതെ ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് ഫിക്സ് എല്ലാ മാസവും നമ്മുടെ ഇതിന് പോകുന്നത്. എന്താ ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കിയ പോലെ നമ്മൾ 1000 രൂപ റെന്റ്, 1000 രൂപ എന്നാ പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് 1000 അല്ല, പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റും കൂടെ 1000. പിന്നെ നമ്മൾ നോക്കണം നമ്മുടെ ഇലക്ട്രിസിറ്റി ഒരു 60 രൂപ, 1060. ഇൻഷുറൻസ്, ഗ്യാസ് സംഗതി ഒരു എന്താ പറയുന്നത് 100 രൂപ, 80 രൂപ തൊട്ട് 100 രൂപ വരെ. അപ്പം 1130. ഇൻഷുറൻസ് ഒരു 150, അപ്പം 1280. പിന്നെ ഈ ക്വാർട്ടർലിയുള്ള ഇത് 300, അത് ഒരു മാസം വരുന്നത് മാസം. അപ്പൊ 100 രൂപ മാസം 100 രൂപ വെച്ച് 1280. പിന്നെ ഇന്റർനെറ്റ് ഇതെല്ലാം കൂടെ ഒരു 60 രൂപ നീ കൂട്ടിക്കോ. 1280, 1340. ഇൻഷുറൻസ് നമ്മൾ കൂട്ടിയില്ലല്ലോ, ഇൻഷുറൻസ് കൂട്ടിയില്ല. ഇൻഷുറൻസ് ഒരു 150 രൂപ കൂട്ടിക്കോ. അപ്പൊ 1490. അത്രയും വരികയല്ലായിരിക്കും ഒരു പക്ഷെ. ഇത് ഞാനൊരു എന്താ പറയുന്നത് ഭയങ്കര വേഗമായിട്ടുള്ള, അത് ഒരു കറക്റ്റ് ട്രെൻഡ് ആയിരിക്കില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞാലും അത് ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. അത് കുറയാനാണ് സാധ്യത. അത് വീടിന്റെ സൈസും നമ്മുടെ ഉപയോഗവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ വീടിന് വേണ്ടി നമ്മൾ പെർ മന്ത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കുന്നത്. ഇതെല്ലാം പക്ഷെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് തീർന്നാല് നമുക്ക് മറ്റേ 500 യൂറോയില്. പക്ഷെ പ്രിൻസിപ്പൽ എമൗണ്ട് എങ്ങനെ, നീ 1% ഒരു മാസം ഇടുന്നെങ്കിൽ എങ്ങനെ എത്ര നാളുകൊണ്ട് തീർന്നാലാണ്. പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സോണ്ടർ ടിൽഗും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ക്യാപിറ്റലിലേക്ക്, പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് എല്ലാ വർഷവും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 5% ഓരോ വർഷവും 5%. ഇപ്പൊ 3 ലക്ഷം രൂപ നിനക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 5% എന്ന് പറയുന്നത് 15,000 യൂറോ. 15,000 യൂറോ ഒരു
വർഷം നിനക്ക് സ്പെഷ്യലായിട്ട് ഈ അക്കൗണ്ടിലേക്ക് അടയ്ക്കാം. അതായത് എന്ന് വെച്ചാൽ നേരത്തെ അടച്ച് തീരുവാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറെ സേവിങ്സ് ഉണ്ട്. ആ, ഒരു വർഷം ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ 10, 20, 25,000 രൂപ ഉണ്ടെങ്കിൽ നിനക്ക് 15,000 രൂപ ബാങ്കിനോട് പറയാം എനിക്ക് സോണ്ടറ്റിൽക്കും എന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് നമ്മൾ ഈ അഡീഷണൽ പേയ്മെന്റ് എന്നാണ്, അഡീഷണൽ പ്രിൻസിപ്പൽ പേയ്മെന്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ മുതലിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ഇടാം. അപ്പം അങ്ങനെ നമ്മൾ 5% വെച്ച് ഇടുവാണെങ്കിൽ 20 വർഷം കൊണ്ട് സംഗതി, 20 വർഷം വേണ്ട, അതിനു മുമ്പ് നമ്മുടെ വീട് അടക്കും. പക്ഷെ സാധാരണ അത് നടക്കാറില്ല എന്നുള്ളതാണ് അത്രയും വലിയ എമൗണ്ട്. പക്ഷെ നമുക്ക് പറ്റുന്ന എമൗണ്ട് മാക്സിമം 5% വരെയാണ് ബാങ്കുകാർ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അല്ലെങ്കിൽ അതിനുള്ളിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 5,000 രൂപ നമുക്ക് ഇടാനുള്ളതെങ്കിലും ബാങ്കുകാരോട് പറയും 5,000 രൂപ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് അടയ്ക്കണം എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ അകത്തേക്ക് ഇടും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു വീട് വാങ്ങിക്കുന്നതിനായിട്ട് കാര്യങ്ങൾ വരുന്നത്. വലിയ സംഭവമൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് കേട്ടപ്പോ എനിക്കും വളരെ ഞാൻ ഇപ്പൊ നാളെ തന്നെ ഇത് നോക്കണമല്ലോ, അല്ലെങ്കിൽ ഇത് കഴിയണത് ഇമ്പോസ് കൗണ്ട് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് തോട്ട് എനിക്കും ഉണ്ടായിട്ടോ. സത്യമായിട്ടും തീർച്ചയായിട്ടും നമ്മളിവിടെ എന്താ പറയുന്നത്, നിങ്ങളുടെ പിന്നെ പെർമനന്റ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, അത്യാവശ്യം ഇൻകം, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ അറിയാലോ വില. നിങ്ങൾ വണ്ടി നമ്മളൊരു വീടിന്റെ ഒരു സ്ഥലം നോക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം അത് എത്രമാത്രം അടുത്താണ്, അല്ലെ അങ്ങോട്ടുള്ള ആക്സസ് എങ്ങനെയാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ സ്കൂളും കിൻഡർ ഗാർഡനും ഒക്കെ അടുത്തുണ്ടോ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചുറ്റും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് പർച്ചേസിന് പോകാനായിട്ട് അടുത്ത് അൽഡിയോ ലിഡിലോ നെറ്റോ ഒക്കെ ഉണ്ടോ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ സിറ്റിയിൽ നിന്ന് ഔട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി മസ്റ്റായിട്ട് നമുക്ക് വേണ്ടി വരും. അപ്പോൾ വണ്ടിക്ക് അഡീഷണൽ കോസ്റ്റ് വരുന്നുണ്ട്. മാനേജ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, എന്നാലും അതും നമ്മളൊരു കൺസിഡറേഷൻ ആയിട്ട് എടുക്കണം. വണ്ടി ഇല്ലാതെ നമുക്ക് ഇവിടെ പറ്റുകയല്ല, മൂവ് ചെയ്യാനായിട്ട് പറ്റുകയല്ല. അപ്പോൾ ഇതൊക്കെയാണ്. നല്ല ഓർട്ടുകളിൽ വില കുറഞ്ഞ കിട്ടും. 300 ഞാൻ ഒരു അസംഷനിൽ പറഞ്ഞതാണ്, പക്ഷെ 300 അല്ല, ഇപ്പൊ അതിൽ കൂടുതലാണ്. 400, 500 ഒക്കെയാണ്. പക്ഷെ എന്നിലും 390-നും 400-നും 500-നും ഒക്കെ വീടുകളുണ്ട് ഔട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ വോണുകൾ നോക്കാമല്ലോ. വോണുകൾ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകൾ, കൊച്ചിയിൽ ഫ്ലാറ്റ് മേടിക്കുന്ന പോലെ തന്നെ നമുക്ക് വാങ്ങിക്കാം. ഈ സെയിം പ്രൊസീജിയർ ഇതെല്ലാത്തിനും തന്നെ. അവിടെ വോണുകൾ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ അകത്ത് നേബൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആയിട്ട് ഒരു വലിയ എമൗണ്ട് മാസം നമുക്കുണ്ടാവും. വലിയ ബിൽഡിങ്ങുകളാണെങ്കിൽ, പല സ്റ്റോറി ഉള്ള ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫവാൾട്ടും കോസ്റ്റ്, നേബൻ കോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ എമൗണ്ട് എല്ലാ മാസവും ഉണ്ടാകും. അത് എത്രയാണ്, എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അതിൽ എന്തെല്ലാം കണ്ടന്റുകൾ ഉണ്ടാകും. അപ്പം വലിയ ബിൽഡിംഗ് ആണ്, അതിന് കുറെ ഏരിയ ഉണ്ടാവും. അത് മാനേജ് ചെയ്യാനൊക്കെ എക്സ്റ്റേണൽ പാർട്ടീസിനെ ആയിരിക്കും ഏൽപ്പിച്ചിരിക്കുന്നത്. എന്താ പറയുന്നത്, സ്ട്രാസ് ക്ലീൻ ചെയ്യാനും പുല്ല് വെട്ടാനും എല്ലാം നോക്കാനും. പിന്നെ എന്താ പറയുന്നത്, അതിന്റെ ഫ്ലോറുകള് ഹൗസ് മൈസ്റ്റർ ഉണ്ടാവും. അപ്പൊ അവനുള്ള കോസ്റ്റ് വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്യുവാണ്. ഹീറ്റിംഗ് സെന്ററിലായിരിക്കും. അപ്പൊ ഇതിനെല്ലാം ഒരു കോസ്റ്റ് നമ്മുടെ ഏരിയ അനുസരിച്ചായിരിക്കും അവർ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ പല നിലകളുള്ള വലിയ വീടുകൾക്ക് ഈ നേബൻ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടിയ എമൗണ്ട് ആയിരിക്കും. അപ്പം അത് ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത്രയൊക്കെയാണ് ജനറലായിട്ട് നമുക്കൊരു വീട് മേടിക്കുന്നതിനെ പറ്റി. ഞങ്ങൾക്ക് പറ്റിയ 2 കാര്യങ്ങൾ. ഞങ്ങൾ കെല്ലറിൽ അന്ന് അത്രയും അറിവില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കെല്ലറിൽ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പണി വന്നു. ഈ വീടിന്റെ കെല്ലറിൽ ഞങ്ങൾക്ക് അണ്ടർഗ്രൗണ്ടിൽ ഒരു പ്രശ്നം വന്നിരുന്നു. അത് നമ്മൾ റെക്ടിഫൈ ചെയ്തു. പക്ഷെ ഇച്ചിരി പൈസ കളയേണ്ടി വന്നു. അത് നമ്മുടെ ഇൻഷുറൻസ് ഒന്നും കവർ ചെയ്യില്ല. ഇൻഷുറൻസ് ഹീറ്റ് ചെയ്ത് സംഗതി അത് ക്ലിയർ ആക്കി എടുക്കാനായിട്ടുള്ള ഒരു കോസ്റ്റ് ബെയർ ചെയ്യുന്നുള്ള, അല്ലാതെ അതിൻ്റെ അകത്ത് നമ്മളത് ചെയ്യിക്കാനുള്ള പൈസ അവർ തന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമ്മളൊരു വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം. അനുസരിച്ച് ഞാൻ ഒരു സമ്മറി ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എനിക്കിപ്പോൾ ഒരു വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹം തോന്നുവാണെങ്കിൽ ഞാൻ എൻ്റെ ആദ്യമേ എനിക്ക് കിട്ടുന്ന ഇൻകം ഞാൻ എടുത്ത് നോക്കി അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഡിവൈഡ് ചെയ്ത് എനിക്കൊരു ഇത്ര എമൗണ്ട് എല്ലാ മാസവും എനിക്ക് മാറ്റി വെക്കാറുണ്ടോ എന്ന് ഞാൻ ആദ്യം ഫിക്സ് ചെയ്തിട്ട് അതനുസരിച്ചൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനെപ്പറ്റി വീട് തപ്പാനായിട്ട് ഇറങ്ങുന്നു. ഞാൻ ഇപ്പോൾ കണ്ടുപിടിക്കുന്നു, ഒരു ഏജന്റിനെ വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു ഇമ്മോ സ്കൗട്ട്, അല്ലെങ്കിൽ ഇത് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളുണ്ട്, അത് വെച്ച് ഞാൻ കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഏജന്റുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. അപ്പോയിന്റ്മെന്റ് എടുത്ത് വീട് നമ്മൾ വിസിറ്റ് ചെയ്യുന്നു. വീടിന്റെ കണ്ടീഷൻ എനിക്ക് വീടിനെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഒരു ഗുഡ് ആക്ടർ, അതായത് നമുക്ക് ഇത് വാല്യൂ ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് ഇതിനെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ സബ്മിറ്റ് ചെയ്ത് വാങ്ങിക്കുന്നു. ഇതെല്ലാം ഓക്കെ ആയി എങ്കിൽ ഞാൻ ഒരു ഫിനാൻസ് ബ്രാറ്റും അല്ലെങ്കിൽ ഒരു ബാങ്കിനെ ഞാൻ വിളിച്ച്, ഏറ്റവും നല്ല ഫിനാൻസ് ബ്രാറ്റിങ്ങിനെ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ പാസ് ചെയ്ത്, അതിന്റെ ഡീറ്റെയിൽസ്, വീടിന്റെ ഡീറ്റെയിൽസ് എല്ലാം പാസ് ചെയ്ത് പുള്ളിനെ കൊണ്ട് ഒരു ബാങ്കിനെ
ഇത് ചെയ്ത് അതിന്റെ പേപ്പർ വർക്കുകളും സബ്മിറ്റ് ചെയ്ത് ബാങ്കിന്റെ ലോൺ അപ്രൂവ് ആക്കിയാൽ നേരെ നോട്ടറി സാറിനെ കണ്ടെത്തുന്നു. നോട്ടറി സാർ ബാക്കി നമുക്ക് വേണ്ട ലീഗൽ കാര്യങ്ങൾ, വീടിന്റെ സിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പുള്ളി മാനേജ് ചെയ്ത് അതിന്റെ താക്കോല് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നു. അതിലൊരു തിരുത്തുള്ളത്, നമുക്ക് എന്നാ പറയുന്നത്, നമ്മുടെ ഫൈനാൻസ് പെറാറ്റർ വഴി ഒരു ബാങ്കിൽ നമ്മുടെ ലോൺ അപ്രൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെയോ ഓണറിനെയോ നമ്മൾ ഇൻഫോം ചെയ്യുന്നു, നമ്മൾ ഓക്കെ ആയി. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുന്നു, നോട്ടാർ ഏത് വേണമെന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മളൊരു നോട്ടാറിനെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു നോർമലി നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് നമ്മൾ പ്രപ്പോസ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് നോട്ടാറിനെ ഇൻഫോം ചെയ്യുന്നു, ഇങ്ങനെ ഒരു വീട് വാങ്ങിക്കണം, ഇന്ന കാര്യങ്ങളാണ് ഉള്ളത്. നെസസറി ഡോക്യുമെന്റ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം റിവ്യൂ ചെയ്തിട്ട് നമുക്ക് എന്താ പറയുന്നത്, സെയിൽ എഗ്രിമെന്റ് നമുക്ക് അയച്ചു തരുന്നു. ഡ്രാഫ്റ്റ് നമുക്കും ഓണർക്കും അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് അത് വായിച്ച് ഓക്കെ ആണെങ്കിൽ ഒരു ഡേറ്റ് നമുക്ക് തരുന്നു, നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിനു മുമ്പ് പുള്ളി ആ വീടിന്മേലുള്ള ക്ലെയിമും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് ഓണർഷിപ്പും എല്ലാം കൺഫേം ചെയ്തതിന് ശേഷമേ നമുക്ക് നോട്ടാർ നോട്ടാർ അപ്പോയിന്റ്മെന്റ് തരുവുള്ളൂ. ആ ഡേറ്റിൽ ചെന്ന് നമ്മൾ സൈൻ ചെയ്യുന്നു. സൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നെസസറി എല്ലാ ഡോക്യുമെന്റുമായിട്ട് അദ്ദേഹം സിറ്റി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഓണർഷിപ്പ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് സിറ്റിയിലേക്ക് അയക്കുന്നു, സ്റ്റാറ്റിലേക്ക് അയക്കുന്നു. അവിടുന്ന് നമ്മുടെ പേര് ഗ്രൂൺബുക്കിൽ എൻട്രാഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒഫീഷ്യൽ ഓണർ ആകുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഈ നോട്ടാർ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓണറുമായിട്ട് എഗ്രി ആകുന്നു എന്നാണ് നമ്മൾക്ക് നമ്മുടെ ഹാൻഡ് ഓവർ തരുന്നത്. അപ്പൊ അവർ തരുമ്പോഴത്തേക്കും അപ്പുറത്തിൽ നമുക്ക് പല കാര്യങ്ങളുണ്ടല്ലോ, എനർജി ഹൗസ് വൈസ് ഒക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ടാവും. വീടിനെ പറ്റിയുള്ള ഇലക്ട്രിക്കലിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അതിന്റെ ഡ്രോവിങ്, ഗ്യാസിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഗ്യാസ് റിയൽ ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയൊക്കെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതാണൊരു സമ്മറൈസേഷൻ. അപ്പൊ എന്തായാലും നമുക്ക് ആൻഡ്രൂ ചേട്ടൻ ഒരു ഓൾമോസ്റ്റ് ഈ വീഡിയോ എത്ര മണിക്കൂറുണ്ട്, എത്ര നേരം ഉണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല. കട്ട് ചെയ്ത് വരുമ്പോൾ എത്രത്തോളം കട്ടാവുമെന്നും അറിയത്തില്ല. എന്തായാലും ആൻഡ്രൂ ചേട്ടാ, വളരെയധികം സന്തോഷം എന്റെ കൂടെ ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ കാണിച്ചത് സന്മനസ്സിന് സന്തോഷമുള്ളതാണ്. എനിക്ക് തോന്നണേ നമ്മുടെ ഇവിടെ വരുന്ന പുതിയ കുടുംബങ്ങൾക്ക് ഒത്തിരി കുടുംബങ്ങൾ കയറി വരുന്നുണ്ട്. അവർക്കെല്ലാം കുറച്ചെങ്കിലും ഒരു ചിന്തയ്ക്കോ ഒരു ചെറിയ സഹായത്തിനോ ഇത് കാരണമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്കും ഇതെങ്ങനെയാണ് ഇത് ഫോർമലൈസ് ചെയ്യണമെന്ന് അറിയാൻ വരാം. അല്ല, എനിക്കും ഇതിനെപ്പറ്റി അറിവില്ലാതിരുന്നപ്പോ ഞാനും വിചാരിച്ചത് ഇത് എന്തോ വലിയ സംഭവമാണ്. ഇപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും കുറച്ച് ഒരു വലിയ സംഭവമൊക്കെ തന്നെയാണ്, എന്നാലും ഒരു ചെറിയ റിയലൈസേഷൻ, നമുക്കൊരു ക്ലാരിറ്റി കിട്ടുമല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞതിൽ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാകും. ഓരോ സ്റ്റാർട്ട് ഓരോ സിറ്റി വൈസ് വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷെ എന്നാലും ഇതാണ് ജനറൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. എന്തായാലും നിന്റെ ചാനൽ വഴി കുറെ പേർക്കെങ്കിലും ഇത് കാണാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ. ഞാൻ എന്നാക്കിയാലും നീ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാനായിട്ട് നീ മനസ്സ് കാണിച്ചതിന് ഒത്തിരി സന്തോഷം കേട്ടോ. ഇനിയിപ്പോ ആർക്കെങ്കിലും ആൻഡ്രൂ ചേട്ടന്റെ വീടിന്റെ ഒരു ഹൗസ് ടൂർ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ആൻഡ്രൂ ചേട്ടൻ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. അത് ആൻഡ്രൂ ചേട്ടൻ തന്നെ പറയണം, നമുക്കത് ആലോചിക്കാൻ എന്തായാലും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.